നമ്മുടെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ് പ്രൈവറ്റ് ബസ്സുകളിലെ സ്കൂൾ കുട്ടികളുടെ യാത്ര. തങ്ങൾക്ക് അർഹതയുള്ള കൺസെഷന്റെ പേരിൽ വിദ്യാർത്ഥികൾ സ്വകാര്യ ബസ്സുകളിൽ നേരിടുന്ന അവഹേളനങ്ങളിൽ തൃശൂർ ജില്ലാ കളക്ടറെ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് തിരക്കഥാകൃത്തായ PS റഫീഖ് രംഗത്ത് വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സാർ അറിയുന്നതിന് ഒരുപാട് കുട്ടികൾക്ക് വേണ്ടി ഒരു കുട്ടിയുടെ രക്ഷിതാവിന്റെ സങ്കട ഹർജി എന്ന പേരിൽ ഫേസ്ബുക്കിലാണ് റഫീഖിന്റെ കുറിപ്പുള്ളത്. കൊടുങ്ങല്ലൂരിൽ നിന്ന് തൃശൂർ വരെ ദിവസവും പോയി പഠിക്കുന്ന തന്റെ മകളുടെ ബുദ്ധിമുട്ടുകൾ വിവരിച്ചുകൊണ്ടാണ് റഫീഖ് ഈ വിഷയം കളക്ടറുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അദ്ദേഹം ആ പോസ്റ്റിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നോക്കാം. എന്റെ മകൾ 90% മാർക്കോടെ +2 വിജയിക്കുകയും അവൾക്ക് തൃശ്ശൂരിലെ ഒരു പ്രമുഖ കോളേജിൽ അഡ്മിഷൻ ലഭിക്കുകയും ചെയ്തിരുന്നു. ഞങ്ങൾ കൊടുങ്ങല്ലൂരിലാണ് താമസിക്കുന്നത്. ഭാരിച്ച ഫീസിന്റെ ഒപ്പം ഹോസ്റ്റലിൽ നിർത്താനുള്ള സാമ്പത്തിക പിൻബലം ഇല്ലാത്തതുകൊണ്ട് ദിവസവും കോളേജിൽ പോയി വരികയാണ്. രാവിലെ 8:45 കോളേജിൽ എത്തണം. അതിനാൽ 6 മണിക്ക് വീട്ടിൽ നിന്നിറങ്ങി ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്ന് കൊടുങ്ങല്ലൂരിലെത്തി 7 മണിക്കുള്ള ബസ് പിടിക്കണം. എന്റെ മകൾ അടക്കമുള്ള നിരവധി വിദ്യാർത്ഥികൾ ബസ്സിലെ ജീവനക്കാരാൽ അപമാനിക്കപ്പെടുകയാണ്. വിദ്യാർത്ഥികളുടെ മിനിമം യാത്രാ നിരക്ക് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത് 1 രൂപയാണ്. എന്നാൽ 2 മുതൽ 5 രൂപ വരെ എല്ലാ വിദ്യാർത്ഥികളും കൊടുക്കുന്നുമുണ്ട്. കൊടുങ്ങല്ലൂരിൽ നിന്ന് തൃശ്ശൂർ വരെ യാത്ര ചെയ്യുന്നതിനാൽ എന്റെ മകൾ അടക്കമുള്ള കുട്ടികൾ 10 രൂപ നൽകേണ്ടി വരുന്നു. അത് കൊടുക്കുന്നതിൽ ഒരു മടിയും അവർ കാണിക്കാറുമില്ല. ലിമിറ്റഡ് സ്റ്റോപ്പുകളിൽ കൺസെഷൻ ഇല്ല എന്ന അലിഖിത നിയമം നിലനിൽക്കുന്നതിനാൽ ലോക്കൽ ബസ്സുകളിലാണ് ഈ കുട്ടികൾ കയറുന്നത്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 10 രൂപയ്ക്ക് തൃശ്ശൂർ വരെ യാത്ര ചെയ്യാൻ പറ്റില്ല എന്ന നിരന്തര ഭീഷണി ഈ കുഞ്ഞുങ്ങൾ നേരിടുകയാണ്. മാന്യരായ ബസ് ജീവനക്കാർ ഉണ്ടെങ്കിലും ബസ്സുകളിൽ കുറെ എണ്ണത്തിലെങ്കിലും ഗുണ്ടകളുടെ ഭരണമാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. മറ്റ് യാത്രക്കാരുടെ മുമ്പിൽ വെച്ച് അപമാനിക്കുക, ബസ്സിൽ നിന്നും ഇറക്കി വിടുക, അസഭ്യം പറയുക തുടങ്ങി നിരവധി പീഡനങ്ങൾ എന്റെ മകൾ അടക്കമുള്ള കുഞ്ഞുങ്ങൾ നേരിടുന്നുണ്ട്. മുഴുവൻ ചാർജോ അതിൽ പകുതിയോ ദിവസവും കൊടുത്ത് പോയി വരാൻ വൃത്തിയുള്ള കുട്ടികളല്ല എന്റെ മകളടക്കമുള്ള പല കുട്ടികളും. മാന്യമായി വിദ്യാഭ്യാസം നേടാൻ ധനികനും ദരിദ്രനും ഈ നാട്ടിൽ ഒരുപോലെ അവകാശമുണ്ടെന്നിരിക്കെ ഇത്തരം സംഭവങ്ങൾ അങ്ങേയറ്റം വേദനാജനകമാണ്. കഷ്ടപ്പെട്ട് പഠിച്ച് ഉന്നതിയിലേക്ക് എത്തിയ താങ്കൾക്ക് ഒരു പിതാവിന്റെ സംഘർഷവും ഒരു വിദ്യാർത്ഥിയുടെ വേദനയും പൂർണ്ണമായും മനസ്സിലാകുമെന്ന് വിശ്വാസമുണ്ട്. അതുകൊണ്ട് നീതിപൂർവമായി ഇടപെട്ട് ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഇതാണ് റഫീഖ് ആ പോസ്റ്റിൽ പറയുന്നത്. ഈ പോസ്റ്റ് ഷെയർ ചെയ്ത് സഹായിക്കണമെന്നും എല്ലാവരോടും പറയുന്നുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികളുടെ കൺസെഷൻ എന്നത് പ്രൈവറ്റ് ബസ്സുകാരുടെ ഔദാര്യമല്ല. അത് ചട്ടപ്പടി സർക്കാർ അനുവദിച്ചു കൊടുക്കുന്നതാണ്. വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തോടൊപ്പം തന്നെ അതിനായുള്ള യാത്രയിൽ പ്രത്യേക നിരക്കിനും അവർക്ക് അവകാശമുണ്ട്. ഈ നാടിന്റെ നാളത്തെ വാഗ്ദാനങ്ങളാണ് പഠിക്കാൻ പോകുന്ന കുട്ടികൾ. പ്രൈവറ്റ് ബസ്സിൽ പണിയെടുക്കുന്ന ഗുണ്ടാ സ്വഭാവമുള്ള പലർക്കും ഒന്നുകിൽ വിദ്യാഭ്യാസം ഉണ്ടാകില്ല, അല്ലെങ്കിൽ അതിന്റെ മഹത്വം അറിയില്ല, അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നവരാകും. അവരാണ് ഈ കുട്ടികളുടെ നേരെ അതിക്രമം നടത്തുന്നത്. ബസ് ജീവനക്കാർ 80കളിലെയും 90കളിലെയും വിദ്യാർത്ഥി സമരങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇപ്പോഴും ഇവിടെ നല്ല ഉശിരുള്ള വിദ്യാർത്ഥി സംഘടനകളുണ്ട്. അവരുടെ സമരം താങ്ങാനുള്ള കെൽപ്പൊന്നും ഈ പ്രൈവറ്റ് ബസ്സുകൾക്ക് ഇല്ല എന്നതാണ് സത്യം. കൂടി വന്നാൽ ബസ്സുകൾ ഓടിക്കാതെ പണിമുടക്കും. അതിൽ കൂടുതൽ ഒന്നും നടക്കില്ല. ആളുകളുടെ മുന്നിൽ വെച്ച് അപമാനിക്കുന്നത് എത്രയോ മോശപ്പെട്ട കാര്യമാണെന്ന് ഈ ബസ്സിലെ പണിക്കാർക്ക് ഇനിയും മനസ്സിലാകുന്നില്ല. അത് അല്പം ആത്മാഭിമാനം ഉള്ളവർക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു കാര്യമാണ്.